എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫോക്കസ് ഔട്ടിലേക്ക് സ്വാഗതം. അനിൽ ന്യൂസ് സാർ, നമ്മൾ SDP കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, താമരശ്ശേരിയിൽ നടന്ന ഒരു ശുദ്ധ തോന്നിവാസം. ഒരു ജനകീയ സമരങ്ങളെ എതിർക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ജനകീയ സമരങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ, അതിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊട്ടടുത്താണെങ്കിലും ദുർഗന്ധം വമിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആണെങ്കിൽ സ്വാഭാവികമായും നമ്മളും എതിർ ശബ്ദങ്ങളുണ്ട്. പക്ഷേ സമ്പൂർണ്ണമായി ഇതിനൊരു നിയമപരമായ പരിഹാരമായിരിക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കനുസൃതമായിട്ട് വേണം അത് പരിഹരിക്കപ്പെടേണ്ടത്. അതിൽ ജനകീയ രോഷമൊക്കെ ഉണ്ടാകാം. ചെറിയൊരു അടിയോ ബഹളോ എന്നതിനേക്കാൾ ഉപരി ഒരു ഫാക്ടറി തന്നെ കത്തിക്കുക, 5 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അനുകൂലിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യത്തിന് പിന്നിൽ ഇങ്ങനെയുള്ള ഒരുപാട് സമരങ്ങളുടെ ഒരു ചരിത്രം കൂടി പറയാനുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ 362ഓളം പേർക്കെതിരെ FIR ഫയൽ ചെയ്യുന്നു. അതിൽ ഒന്നാം പ്രതിയായി വരുന്നത് DYFI നേതാവാണ്. എന്നാൽ DYFI നേതാവ് പ്രതിയാക്കപ്പെടുന്നതോടുകൂടി നമുക്കറിയാം, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, CPMന്റെ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നു അത് SDPI നടത്തിയ സമരമായിരുന്നു. SDPI അത് ആസൂത്രണം ചെയ്ത് കലാപത്തിലേക്ക് നയിച്ചതാണ്, സ്ത്രീകളെയും കുട്ടികളെയും ഷീൽഡാക്കിയെന്ന്. ഈ പ്രസ്താവന വന്ന് തൊട്ടടുത്ത മണിക്കൂറിൽ SDPI ഇതേ പ്രസ്താവന DYFIക്കെതിരെ എടുത്തു വെക്കുന്നു. DYFIക്കാരാണ് ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയെന്ന് പറഞ്ഞ് അവരും കൈമലർത്തുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എൻ്റെ വ്യക്തിപരമായി ഞാൻ അനുഭവിച്ച ഒരു സംഭവം ഞാൻ പറയാം. റാന്നിയിൽ വെച്ചിട്ട് ഒരു ഭൂസമരവുമായി ബന്ധപ്പെട്ട ഒരു സമരം ആസൂത്രണം ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്നെക്കാളും സീനിയറായിട്ടുള്ള ഒത്തിരി നേതാക്കളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ലഞ്ചിന് മുമ്പായിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ സമരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ഒന്ന്, നിങ്ങളുടെ സമരത്തിന് വരുന്ന എല്ലാവരുടെയും ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് വേണം. 2, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ല എന്നൊരു ഡിക്ലറേഷൻ ഞങ്ങൾക്ക് വേണം. അത്ഭുതം എന്ന് പറയട്ടെ, ആ ഉച്ചയ്ക്കുള്ള ലഞ്ച് സെഷന് ശേഷം ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് നടത്തേണ്ടി വന്നില്ല. ലഞ്ച് കഴിച്ചിട്ട് എല്ലാവരും ആ വഴിക്ക് അങ്ങ് പൊയ്ക്കളഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമരങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നവർ നമുക്കെല്ലാം പരിചയമുള്ളവരാണ്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്നവർ ആരെന്ന് ശരിക്കും ആൾക്കാർക്ക് അറിയത്തില്ല. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയത്തില്ല. പിന്നീട് മനസ്സിലാക്കുന്നത് ഇതൊരു തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് നമ്മളെ വന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ജനകീയ ആവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും രാഷ്ട്രീയക്കാർ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ പിറകെയുള്ളവരുടെ ഉദ്ദേശവും ലക്ഷ്യവും അവരുടെ വെയർബോട്ട്സും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ തിരുവനന്തപുരം MG കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അന്ന് തൊട്ടേ അവിടെയുള്ള ബോംബ് കൾച്ചർ എനിക്കറിയാമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് എനിക്ക് 16 വയസ്സുള്ളപ്പോഴത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് ബോംബ് കാണുന്നത്. തിരുവനന്തപുരം MG കോളേജിലെ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് എല്ലാവർക്കും ഒരു ജാതിയും ഒരു മതമേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അവർക്ക് തീവ്രവാദം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് SDP കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ SDP എവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് മദനി സാഹിബിൻ്റെ പ്രൊഡക്ഷനാണ് ഈ SDP എന്ന് പറയുന്ന ഒരു സംവിധാനം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്താ പറയുന്നത്, സിരകളിൽ കൂടെ തീപ്പൊരി ചിതറിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു ശ്രീ മദനിയുടെ. ഇത് കേട്ട് ഇളകിവശരായ കുറേ യുവാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള യുവാക്കൾ, അവർ RSSനെതിരായിട്ട് സംഘടിച്ചില്ലെങ്കിൽ ഇപ്പോൾ എന്തോ സംഭവിക്കും എന്നുള്ള രീതിയിൽ അവർ സംഘടിച്ചു. ISS ഉണ്ടാക്കി. RSS എന്നും പറഞ്ഞ് ആദ്യത്തെ മൂവ്മെൻ്റായിരുന്നു, പിന്നെ ISS ആക്കി, പിന്നെ അത് NDF ആക്കി. ഇങ്ങനെ ഒരു സരണിയിൽ കൂടെയാണ് SDP എന്നുള്ള പാർട്ടിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. PDP ഒക്കെ പൂട്ടിക്കെട്ടി. അപ്പോൾ മദനി സാഹിബ് ജയിലിൽ പോയപ്പോഴത്തേക്ക് പിന്നെ PDPയുടെ പ്രഭാവം ഇല്ലാതായി. അങ്ങനെ അപ്പോൾ ഒരു ശൂന്യത വന്നപ്പോഴത്തേക്ക് അത് SDP പോപ്പുലർ ഫ്രണ്ടുമായിട്ട് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇതിൽ രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫി നടത്തിയ ഒരു സമരം, അതിനകത്ത് SDP നുഴഞ്ഞു കയറി എന്നാണ് പാർട്ടിയുടെ നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താ SDP CPMൻ്റെ സമരങ്ങളിൽ മാത്രം നുഴഞ്ഞു കയറുന്നത്?
അതിന് ഉത്തരം പറയേണ്ടത് CPM അല്ലേ? ഉം. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ സമരങ്ങളിലോ RSSൻ്റെ സമരങ്ങളിലോ മുസ്ലിം ലീഗിൻ്റെ സമരങ്ങളിലോ ഒന്നും SDPIക്കാർ നുഴഞ്ഞു കയറാറില്ലല്ലോ? അപ്പോൾ എൻ്റെ അടുത്ത് ചെറുതിലെ ഒരു കുട്ടി പറഞ്ഞ പോലെ, സാർ അവൻ എന്നെ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ഈ പ്രസ്താവന. അവൻ എന്നെ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അവനെ അടിച്ചു എന്ന് ഞാൻ കമ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ SDPIക്കാർ ഞങ്ങളുടെ സമരത്തിൽ നുഴഞ്ഞു കയറി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർക്ക് നുഴഞ്ഞു കയറാനുള്ള സൗകര്യവും സ്ഥലവും ഒഴിവും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ ആയില്ലേ? അല്ലേ? അതിന് ഉത്തരവാദി ആരാ? സമരം സംഘടിപ്പിച്ചവർ തന്നെയാവും. നിങ്ങളുടെ വീട്ടിൻ്റെ കതക് കുറ്റിയിടാതെ കിടന്നുറങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് ഇത് സംഭവിച്ചു പോയി എന്ന് പോലീസിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാര്യം ഇത് വരുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു, വരുന്നെങ്കിൽ അത് വെൽക്കം ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. വന്നതിന് ശേഷം പിന്നെ മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവരുടെ ഒരു ഇൻഹൗസ് പ്രോബ്ലമാണ്. നമ്മൾ സാധാരണ പറയാറില്ല, ഇൻഹൗസ് പ്രോബ്ലം. വീട്ടിലെ കാര്യമാണ്. കാര്യം ഇവർ രണ്ടുപേരും ഒരു വീട്ടിലെ താമസക്കാരാണെന്ന് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായി. ഇതിൽ ആരാണ് ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളത് അവർ പറഞ്ഞു. മറ്റുള്ളവർ ആക്രമണം അഴിച്ചുവിടുന്നതിന് സഹായിക്കുകയും കൂടെ ചെയ്തതുപോലെയായി. ഇതിപ്പം ഓപ്പണായിട്ട്, അതായത് പലരും RSSകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ പൊതു ഇടത്തിൽ സമ്മതിക്കുന്നത് പോലെയായി. അവിടെ അവർ പറയേണ്ടത്, ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാണ്, എന്തുകൊണ്ട് മറ്റ് പാർട്ടികളിലെ ഒന്നും യോഗങ്ങളിലോ അല്ലെങ്കിൽ സമരങ്ങളിലോ SDPIക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്നില്ല. അപ്പോൾ പണ്ട് തൊട്ട് SDPI തുടങ്ങിയ കാലം തൊട്ടേ ഉള്ള ഒരു എന്താ പറയുന്ന ഒരു പരാതിയുണ്ട്. ഇവരിൽ പലരും രാവിലെ പകല് CPM രാത്രി SDPIയും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടും ആവുന്നു. ആ പറഞ്ഞതിന് നമ്മളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ സത്യത്തിൽ ഈ ജനകീയ സമരങ്ങളിൽ കയറി തങ്ങളൊരു ജനകീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ജനാധിപത്യപരമായ സമരങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് SDPI ആയിക്കോട്ടെ പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ ഇവരുടെ ഒരു ടാറ്റിക്സ് ആണ് ഇത് പണ്ട് മുതലെയുള്ള. അടിസ്ഥാനപരമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന തീവ്രവാദ രാഷ്ട്രീയത്തെ ആരും അഡ്രസ്സ് ചെയ്യേണ്ടതില്ല, ഞങ്ങൾ ജനകീയ സമരങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്നൊരു ലേബലിലേക്ക് അറിയപ്പെടാനും അവർക്കൊരു ഫാബ്രിക്കാണ്, അതായത് അവർക്കൊരു മുഖം മൂടി ഇട്ടുകൊണ്ടാണ് അവർ വരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത്രയധികം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടും ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്? ഇത് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യമല്ല. കാര്യം SDPI പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് ഇപ്പോൾ 2 വർഷം തികയുന്ന അവസരമാണ്. 2 വർഷത്തിന് മുമ്പ്, ഈ 2 വർഷത്തിന് മുമ്പ് വരെ SDPIയുടെ യോഗങ്ങളിൽ കോൺഗ്രസിൻ്റെ വരെ നേതാക്കൾ, SDPIയുടെ അല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ യോഗങ്ങളിൽ കോൺഗ്രസിൻ്റെ വരെ നേതാക്കൾ പങ്കെടുക്കുകയും ഇത്ര പ്രകോപനകരമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നിട്ട് പോലും അതിനെ പരസ്യമായിട്ട് ഡിനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കളും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പോലും തയ്യാറായിരുന്നത് കാണിക്കുന്നത് എന്തിലേക്കാണ്? കാര്യം ഇതൊരു വോട്ട് ബാങ്കാണ്. ഈ വോട്ട് ബാങ്ക് നമുക്ക് വേണം. പ്രത്യേകിച്ചും ബേപ്പൂർ, കോഴിക്കോട് ആ ഭാഗങ്ങളിലെല്ലാം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളരെ ശക്തമാണ്. കാര്യം അവിടെയൊക്കെ ലീഗിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് CPM തുടങ്ങി വെച്ച ഒരു തുരപ്പം പണിയാണ് ഇപ്പം ഇതിൽ വന്ന് അവസാനിച്ചിരിക്കുന്നത്. കാര്യം ഈ ലീഗിൻ്റെ കോട്ടകളായിരുന്ന സ്ഥലങ്ങൾ ഇപ്പോഴേ നമ്മുടെ അതിനകത്ത് അങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പ് പ്രത്യേകിച്ച് ഉണ്ടാകുന്നത്. ഇവരെല്ലാം എണ്ണം പറഞ്ഞ സിമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെയാണ്. പക്ഷേ അത് ആലപ്പുഴ ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പം സുധാകരൻ സഖാവ് CPMുമായിട്ട് വേറിട്ട് നിൽക്കുന്നത് തന്നെ ഈ ഒരൊറ്റ കാര്യത്തിലാണ്. കാര്യം അദ്ദേഹം ഓപ്പണായിട്ട് പറയുന്നില്ല എന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് പകല് CPMക്കാരായിട്ട് നടക്കുന്ന ചിലരാണ് രാത്രി അവിടെ പോപ്പുലർ ഫ്രണ്ടും SDPIയും ആകുന്നതെന്നും അവിടെ വർഗീയ വിഷം കുത്തിവെക്കുന്നതെന്നും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, CPMൻ്റെ മെക്കയും മെദീനയും എല്ലാം കൂടെ ചേർന്ന സ്ഥലമാണ് ആലപ്പുഴ. അവരുടെ ഉത്ഭവവും ഏറ്റവും ശക്തമായിട്ടുള്ള സമരവും അവരുടെ ഏറ്റവും പുണ്യസ്ഥലം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആലപ്പുഴ എന്ന് പറയും. പക്ഷേ ഈ ആലപ്പുഴയിലാണ് ഈ വ്യതിചലനം ഉണ്ടായിരിക്കുന്നത്. അപ്പം ആലപ്പുഴയിൽ കിരീടം വച്ച രാജാവ് തന്നെ ആയിരുന്ന സുധാകരന് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ വരികയും ശ്രീ G. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറിലോട്ട് താഴ്ത്തപ്പെടുകയും ചെയ്ത സ്ഥലമാണ് ആലപ്പുഴ എന്ന് ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്തസാക്ഷിയായിരുന്ന സ്ഥലം കൂടെയാണ്. ആ ഒരു രക്തസാക്ഷിയുടെ സഹോദരന് ബ്രാഞ്ച് അംഗത്തിൻ്റെ സ്റ്റാറ്റസ് കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കേണ്ടി വന്നെങ്കിൽ എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് അവിടെ ഉള്ളവർ തന്നെ അതിനെ പുനരാലോചിക്കണം. അതിനെ അവർ ഡിസെക്റ്റ് ചെയ്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ
ഈ മുസ്ലിം ലീഗിൻ്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ട് വിഘടിച്ച് നിൽക്കുന്നവരോ ആയവരെ കൊണ്ടുവരികയും അവർക്ക് വെള്ളവും വളവും എല്ലാം കൊടുത്ത് അവരെ പോഷിപ്പിക്കുകയും അവരുടെ നിലപാടുകൾക്ക് പൊതു ഇടങ്ങളിൽ അംഗീകാരം കൊടുക്കുകയും ഇവർ ചെയ്യുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനൊക്കെ ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് CPM ആ ജില്ലകളിൽ മാറിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന CPM നേതാക്കൾ പലരും ഈ നിരോധിത സംഘടനകളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടവരായിരിക്കാം. കാര്യം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധത്തോടനുബന്ധിച്ച് ഏകദേശം ഒരു കണക്കുകളാണ്, 10,000-ഓളം പേര് കഴിഞ്ഞ 3 വർഷമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല. ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു 10,000-ഓളം പേര് ഇന്ന് വരെയും ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നിട്ടില്ല. എന്താണ് അവർ 2 വർഷമായിട്ട് അവർ കുടുംബത്തിലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ കാണാൻ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഈ നിരോധിച്ച സംഘടനകളുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ടാണ് അവർക്ക് വരാൻ സാധിക്കാത്തത്. കാര്യം ഇവരെല്ലാം പോപ്പുലർ ഫ്രണ്ടിനെ ഒരു സമയത്ത് നല്ല രീതിയിൽ ഫണ്ട് ചെയ്തിരുന്നു. അന്ന് അതൊക്കെ അവരൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ്. കാര്യം ഇതിനകത്ത് റിലീജിയനും തീവ്രവാദ പ്രവർത്തനവും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയായിട്ടും ഇതൊക്കെ അവരുടെ ഒരു ജിഹാദിൻ്റെ ഭാഗമായിട്ടും ഇത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടും അവരെ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ടാണ് അവർ ഫണ്ട് പിരിക്കുന്നത്. അത് ചെറിയ ഫണ്ട് പിരിച്ചവരൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. 1,000-2,000 ഒക്കെ കൊടുത്തവരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 10,000 തൊട്ട് മാസം സ്ഥിരമായിട്ട് ഒരു റെക്കറിങ് ഡിപ്പോസിറ്റ് പോലെ 10,000-കണക്കിന് രൂപ ഓരോ മാസവും അവരുടെ വരുമാനത്തിൽ അവർ പറയുന്നത് ദൈവികമായ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ദൈവികമായ ഒരു കാര്യത്തിന് അവർ കൊടുത്തത് പിന്നീട് നിരോധിച്ചപ്പോഴത്തേക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ 1-2 പേരൊന്നുമല്ല. ഇപ്പം ജയിലിൽ കിടക്കുന്നവർ 160-150 പേരാണ്. ബാക്കിയുണ്ടെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ എവിടെ പോയി എന്നുള്ള കാര്യം നമ്മുടെ ഇൻ്റലിജൻസ് അറിഞ്ഞില്ലേ? ഡൽഹിയിൽ നിന്ന് IL-76 എയർഫോഴ്സിൻ്റെ IL-76 വിമാനം വന്ന് ഇവരെയൊക്കെ കൊണ്ടുപോകുന്നവരെ നമ്മളെ കേരളത്തിലെ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയും. സ്പെഷ്യൽ ബ്രാഞ്ച് എന്ത് ചെയ്യായിരുന്നു? ഒരു DGPയുടെ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ തലവൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന പോലീസിലുണ്ടായിരുന്ന പച്ച വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പുണ്ട്. അപ്പം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. അതിന് മാറി മാറി വരുന്ന 2 മുന്നണിയുടെയും സർക്കാരുകൾ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല.